അതായത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവള് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതായത് എനിക്കിതിന് വീഡിയോ ഇട്ടിട്ട് എന്റെ കൂടെ വന്നിരിക്കുന്നത് ഇത് കിട്ടിയാ ഫുള്ള്. ഞാൻ ബാംഗ്ലൂർ നോക്കുമ്പോൾ റൂമിൽ വന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഓളെന്നെ റൂം എടുത്തിട്ട് ഓളെ പിന്നെ അവിടെ ഒരാഴ്ചത്തോളം ഈ വീഡിയോ കിട്ടിയതിന് ശേഷം ഒരാഴ്ചത്തോളം അങ്ങ് താമസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴൊക്കെ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്, എന്റെ കൂടെ താമസിക്കുമ്പോ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്. അതന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇത് ക്യാഷ് ആണ്. എന്നോട് പറഞ്ഞു രണ്ടു വീഡിയോ കൂടെ ഇട്ട കുറച്ച് ക്യാഷ് ആവുക കഴിഞ്ഞിട്ട് നിർത്താൻ. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ പറ്റി ക്യാഷ് ഉണ്ടാക്കി? കാരണം ഇവള് വീഡിയോ ഇടുവോ ഇവളെന്നെ ഓരോ പറയുന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു തരും. ഇതാ നീ ഓൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റെസ്പോണ്ട് കൊടുക്കണില്ല, ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു തരുന്നത് ഡിസംബർ, ഇതിപ്പോ 23 ഫെബ്രുവരി ഈ വർഷം 23 ഫെബ്രുവരി കേട്ടോ, റമദാന്റെ ടൈമാണത് ഓർക്കണം. അപ്പൊ അന്ന് വിളിച്ചത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിക്കുന്ന ആളാണെന്ന് അയത്തനുണ്ട്, ഡ്രഗിന് അഡിക്റ്റ് ആണ്, ഡ്രഗ് ഉപയോഗിക്കണെന്ന് പറയുമ്പോൾ ഞാൻ അതൊരു യൂസ് ചെയ്യാത്ത സാധനം യൂസ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോകൾ പരിപാടി. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു സിഗരറ്റ് ആണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. വളരെ അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ഫസ്മീന സാക്കിറിൻ്റെ ടോപ്പിക് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലല്ലൂമ്പി എന്നാണ് അറിയപ്പെട്ടതെങ്കിലും സത്യത്തിൽ ലല്ലൂമ്പിയാണോ അതോ ഫസിയൂമ്പിയാണോ അതോ നമ്മളൂമ്പിയാണോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് കേട്ടോ. എൻ്റെ ഒരു ബലമായ സംശയം, സാധാരണ തെറ്റാറില്ല എന്നാലും എൻ്റെ ഒരു ബലമായ സംശയത്തിൽ സത്യത്തിൽ ഊമ്പിയത് നമ്മളാണ് കേട്ടോ, മൂഞ്ചിയത്. എന്താ പറയുക, നമ്മളല്ല, ഇത് കണ്ട് സമയം കളഞ്ഞവർ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ വന്നിരുന്നല്ലോ, ഫസ്റ്റ് പാർട്ട്. ഞാനത് റിയാക്ട് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ മറ്റേ ചെക്കൻ ഇവൻ ഈ ലല്ലു ഉണ്ടല്ലോ, ഇവൻ്റെ ഭാഗത്തുനിന്ന് കുറേ തെളിവുകളും കൊണ്ട് ഇവനും വരുന്നത്. ഒരു ഭാഗത്തുനിന്ന് ഫസ്മിനെ കുറേ തെളിവ് നിരത്തിയിട്ട് സത്യം പറയാൻ കണ്ടുകൊണ്ടിരിക്കുന്ന 3-4 ലക്ഷം ആൾക്കാരുടെ കിളി വർത്തിയിരിക്കുകയാണ്. അവരൊക്കെ ഫസ്മിനയുടെ ബാക്കിൽ ഫസ്മിന എന്നും പറഞ്ഞ് നടക്കുകയാണ്. കാരണം വെച്ചാൽ അങ്ങനത്തെ തെളിവുകളാണ് ഫസ്മിനെ കൊണ്ടുവന്ന് ഇറക്കിയത്. സീരിയസ്ലി ഞാനും ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നതാ നമ്മുടെ ലല്ലു വേറെ കുറേ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. ലല്ലു കൊണ്ടുവന്ന വിഷയങ്ങൾ എന്തൊക്കെ അറിയാം? ഒന്ന്, ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരുടെ ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ ഇയാളാണ് ശരി, മറ്റാൾ തെറ്റ്, അല്ലെങ്കിൽ ഇത് തെറ്റ് ഇത് ശരി എന്നും പറഞ്ഞ് വിധിക്കാനോ പരിപാടിക്കോ ഒന്നും അല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആരും കോടതിയോ ജഡ്ജിയോ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയിട്ടേ ഇരിപ്പേ, അത്രയേ ഉള്ളൂ സംഭവം. അവരുടെ ലൈഫ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസാണ്, പ്രേക്ഷകർക്ക് കേട്ടോ. അത് നമ്മൾ എടുത്തിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് നമ്മളെ കാര്യലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. വെരി സിമ്പിൾ. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരാമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം കാര്യങ്ങളും പറയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എൻ്റെ ഒരു ലൈഫ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫും വെച്ചിട്ട് ഏകദേശം എന്ന് വിചാരിക്കുന്നു, നമ്മളൊന്നും പോലെ അല്ല ഇവരുടെ ഒന്നും ജീവിതം. വല്ലാത്തൊരു കുഴമ്പൻ ലൈഫ്. എൻ്റെ ഭായി സോഷ്യൽ മീഡിയയും ഫെയിമും മണ്ണാങ്കട്ടിയൊന്നും വേണ്ടാന്ന് തോന്നിപ്പോവും. നേരെ ചൊവ്വയുള്ള ഒരു പരിപാടിയും കയ്യിലില്ല, സീരിയസ്ലി. പിന്നെ ഇവള് ഇത്രയധികം ഡയലോഗുകൾ അടിച്ചിട്ട് ഒന്ന് പറഞ്ഞു ഇങ്ങനെ, പിന്നെ അവനെ എന്താ പറയുക, ഇവനെതിരെ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടയിലും ഇവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും കാണാണ്. ഇവൻ്റെ പുറകെ ഫോളോ ചെയ്യുന്നു. അത് ഇവൻ്റെ അവിഹിതം പൊക്കാനുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതിന് റീസണായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവൻ തലാക്ക് കൊടുക്കുന്നില്ല, കൊടുത്താൽ എനിക്ക് അതിൻ്റെ പാടും നോക്കി പോകായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവൻ പറയുന്നുണ്ട് ഞാൻ തലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല, സ്ത്രീകൾക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലേ, ഞാൻ ചൊല്ലിയിട്ട് വേണം നിനക്ക് അതും പറഞ്ഞ് വീഡിയോ ഇടാൻ. അതായത് ഈ ലല്ലു എന്ന് പറഞ്ഞവൻ്റെ ഭയങ്കര സീരിയസ് ആരോപണം, ഇപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ ഈ ഒരു പോർഷനിലുള്ള ആരോപണം എന്ന് വെച്ചാൽ ഇവള് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ലക്ഷങ്ങൾ പൈസ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയും ഇവൻ്റെ വീട്ടിൽ ഒന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിപ്പിൻ്റെ ആ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 1-2 മാസങ്ങൾക്ക് മുന്നേ അക്ബർ ഖാൻ്റെ വിഷയം നമ്മൾ പുറത്തേക്കിട്ട സമയത്ത് അതിൽ ആ വിഷയത്തിൽ ആദ്യമായിട്ട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേര് അയച്ചു തന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇവള് ബാംഗ്ലൂർ ഈ ചെക്കനെ കാണാൻ പോയത് അവർ രണ്ടുപേരും കൂടി നിൽക്കുന്നൊരു വീഡിയോ. അതിനൊരുപാട് ന്യായീകരണം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ
ആ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ പയ്യൻ ഇവൻ ലല്ലൂമ്പി വന്ന് പറയുന്നത്. ഇവൻ്റെ കൂടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം കാണിക്കുന്നത് കേട്ടോ. ഡേറ്റ് വെച്ചിട്ട് മൈൻഡ് ഇറ്റ്. ഇവൻ കാണിക്കുന്നത് ഡേറ്റ് വെച്ച് കാണിക്കുന്നത് ആ പ്രോഗ്രാമിൻ്റെ ആങ്കറിനെ കാണിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ ആണെന്നുള്ളത്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ഇവന് എന്തോ ബൈപ്പോളർ ഡിസീസോ ബൈപ്പോളർ എന്തോ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഇവൾക്കാണെന്നും പറഞ്ഞിട്ട് ഇവൻ ആ ഒരു ഹോസ്പിറ്റലിൽ കോലഞ്ചേരിയുള്ള ഹോസ്പിറ്റലിലേക്ക് ഫസ്മിനെ കാണിച്ച് 2 കൊല്ലം മരുന്ന് കഴിച്ചിട്ടുള്ള ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഇവൻ സംസാരിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. കുറച്ച് പോർഷൻ ഞാൻ അവിടെ ജസ്റ്റ് പ്ലേ ചെയ്യാം. അവിടേക്ക് വിളിച്ച് സംസാരിക്കുന്നതും ഇവൾ കഴിക്കുന്ന മരുന്നിൻ്റെ കാര്യം എന്താ ബൈപ്പോളാറാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവൾ ചികിത്സ തേടിയ കാര്യം പറയുന്നുണ്ട്. അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഇനി ഡേറ്റ് എഡിറ്റഡ് ആണോ വീഡിയോ എഡിറ്റഡ് ആണോ എന്ന കാര്യം നമുക്കറിയില്ല. ഇത് ചാനലിലാണ് കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, നമുക്ക് സ്ക്രീന് കാണുന്നില്ല. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജിപിടി വളരെ വൃത്തിക്ക് തെളിവുണ്ടാക്കി തരും. ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനോട് പറയാം അതൊന്ന് മാറ്റി ഇങ്ങനെ ആക്കി തരും എന്നൊക്കെ പറഞ്ഞാൽ 2 കേസിലും പറയണം ഈ സാധനം തരും. പിന്നെ വോയിസിൻ്റെ അറ്റവും മൂല്യം കാര്യങ്ങളൊന്നും നമുക്കിതൊന്നും അറിയില്ല. ഇവരെ ലൈഫൊന്നും നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് കണ്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കേൾക്കുന്ന സമയത്ത് ഓരോരുത്തരോട് അനുകമ്പ തോന്നും, മറ്റാളെ എതിർക്കാനൊക്കെ തോന്നും, മനുഷ്യ സഹജമാണ്. പക്ഷെ ഇവരുടെ വല്ലാത്തൊരു ലൈഫ് ജീവിക്കുന്ന കുറേ ജാതികൾ ഞാൻ ആലോചിക്കുക. മയനാസും സഫിയും അത് വേറൊരു കേസിൽ. ഇവനേതായാലും ഇവൻ്റെ കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കാര്യം പറയുന്നുണ്ട്. റമദാൻ മാസത്തിൽ ഇവള് ഈ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലിക്കറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഞാൻ അത് അടിച്ചിട്ടില്ല ഇതേ അടിച്ചിട്ടുള്ളൂ എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ എത്ര പേര് ഇൻ്റർവ്യൂ കണ്ടു എന്നുള്ള അറിയില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ലല്ലൂമ്പി എന്ന് മാറ്റിയിട്ട് ഫസ്യൂമ്പി എന്നാക്കി മാറ്റി തോന്നുന്നുണ്ട്. കാരണം നേരെ തിരിച്ചടിച്ച പോലെ തോന്നുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ സമയത്ത് ഇവള് കുറേ തെളിവായിട്ട് വരും. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. പുലിവാൽ കല്യാണത്തിൽ ജഗതി മോതിരം കൊണ്ട് ഓടണാരി കുറേ കാലം മോതിരം കൊണ്ട് ഫസ്മിനേൻ്റെ പിന്നാലെ ഓടി. ഫസ്മിന ഇവൻ വന്ന് തെളിവ് പറയുമ്പോൾ ഇനി ഇവൻ്റെ പിന്നാലെ ഓടുക. ഇനി പകരം നാളെ ഇവൾ വന്നിട്ട് വീഡിയോ ഇടും, അതിന് 4-5 ലക്ഷം. ഇവന് പിന്നെ ഇതിനും വീഡിയോക്ക് പിന്നെ ഇൻ്റർവ്യൂവിന് പൈസ ഇട്ടുണ്ടാവും മിക്കവാറും. എന്താണെന്നുണ്ടെങ്കിലും കാണുന്നവരെ കാര്യം ഒന്നും പറയാനില്ല. കുറച്ച് പോർഷൻ നമുക്കൊന്ന് കാണാം. എങ്ങനെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് ജീവിക്കരുത് എന്ന് കാണിച്ചു തരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ സഫി മൈനാസും എങ്ങനെ തടി കഴിച്ചില്ലാക്കിയോ സംശയമുണ്ട്. കാരണം അവരെ ഇതിൽ കാണാനില്ല. നോക്കാം. പിന്നെ ഇവൾക്ക് ഞാൻ ബൈപ്പോളറിന്റെ എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിറക്കി. അപ്പൊ ഇവിടെ എന്റെ മണ്ടയിലോട്ട് ഇട്ട് ആക്ച്വലി ബൈപ്പോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോലഞ്ചേരി ഹോസ്പിറ്റലില്. 2020 to 2022 വരെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായിരുന്നു. ഇപ്പോൾ അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവള് കേൾക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് അതിന് കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഇത് തെളിയിക്കണമെന്ന് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണമെന്ന് ഇപ്പൊ തന്നെ കേൾപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? അല്ല പ്രൂഫ് ഉണ്ട്. പ്രൂഫ് അല്ല, നമ്മൾ ഇപ്പൊ കോൾ ചെയ്തിട്ട് കേൾക്കില്ല. കോലഞ്ചേരി ഹോസ്പിറ്റലിലോട്ടാണ്. ഇതാണ് കോലഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. അവിടെ നിന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് പറയാം. പേര് ഫസ്മിന സാക്കിർ. ഫസ്മിന സാക്കിർ. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്യോ മറ്റേ ബൈക്ക്. ഏത് ഡേറ്റിലാ? നവംബർ 19, 2022 ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ബൈപ്പോളറിന്റെ അല്ലേ? ബൈപ്പോളറിന്റെ അല്ലേ? സൈക്യാട്രി ഡോക്ടർ ഓക്കെ ഓക്കെ. ഡോക്ടർ ഇപ്പോൾ ഉണ്ടോ അവിടെ? നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ? നാളത്തേക്കുണ്ടോ? നാളെ രാവിലെ ആണെങ്കിൽ ജനറൽ ഓക്കെയാണ്. അറിയില്ല. ഇങ്ങനെ കുറെ വാദങ്ങൾ ഇവക്ക് ഡിസീസ് ബൈപ്പോളാർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് പിന്നെ ഞാൻ ഡ്രഗിന് അഡിക്റ്റാന്ന് പറയുന്നുണ്ട്. ഞാൻ ക്യാമറയുടെ മുൻപ് നോക്കിയിട്ട് പറഞ്ഞത് റമദാൻ മാസത്തിലാണ് പറഞ്ഞത്. ഇപ്പോ നാളെ രാവിലെ 10 മണിക്ക്. അതൊന്നും പറയല്ലേ പൊന്നു മോനെ. നിങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ട് റമദാൻ മാസത്തിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ നാട്ടുകാർ കാണുന്നുണ്ട്. അല്ലാതെ നീ നാളെ രാവിലെ 11 മണിക്ക് ഫസ്മിനാക്കോ മഹനാസിനോ ഏത് ഹോസ്പിറ്റലിൽ അവർ പറയണം ആ ഹോസ്പിറ്റലിൽ വരാം. അല്ലാതെ നീ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാം. അവര് വരുന്നതിന്റെ ചെലവിനടക്കാം. എന്ത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഡ്രഗ്സ് ഞാൻ യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവരും ടെസ്റ്റ് ചെയ്യണം. അവരും ബ്ലഡിൽ നിന്ന് കിട്ടണം.
അവള് ഉപയോഗിക്കുന്നതിന് പ്രൂഫിന്റെ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ഇതിൽ കാണിക്കുക, വീഡിയോയിൽ കാണിക്കാം. അവൾ ഈ റമദാൻ മാസത്തില് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു കോൾ റെക്കോർഡിന്റെ കയ്യിലുണ്ട്. അതിനപ്പൊ ഇതില് ലാസ്റ്റ് കാണിച്ചു വന്നില്ലേ? അപ്പൊ എന്റെ എടുത്ത് നോക്കണം. അപ്പൊ ആ കോൾ റെക്കോർഡാണ് ആദ്യം പ്ലേ ചെയ്യുന്നത് കേട്ടോ. ഈ റമദാനിൽ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു 3 ദിവസം മുൻപുണ്ടായ ഒരു സംഭവം, അത് റമദാൻ മാസത്തിൽ അടിക്കണം എന്ന് പറഞ്ഞ വീഡിയോ കേട്ടോ. ഒരു മുസ്ലിം ആണ് എന്താന്ന് എനിക്ക്, ഓള് മുസ്ലിം ആണെന്നാണ് ഓള് പറയുന്നത്. പക്ഷെ മുസ്ലിം ആണല്ലോ എനിക്ക് യാതൊരു സ്ക്രീനും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോ ഞാൻ ഇത്ര നല്ല ആളായിട്ട് പറയുന്നില്ല, പക്ഷെ ഞാൻ അടിച്ചിങ്ങനെ ഡ്രഗിന് അഡിക്റ്റ് ആണ്, ഡ്രഗ് ഉപയോഗിക്കണെന്ന് പറയുമ്പോൾ ഞാൻ അതൊരു യൂസ് ചെയ്യാത്ത സാധനം യൂസ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോകൾ പരിപാടി. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു സിഗരറ്റാണ്, അല്ലാതെ ഞാൻ വേറൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കോളേജ് പഠിക്കുന്ന ടൈമിൽ നമ്മള് ഫ്രണ്ട്സൊക്കെ പാടായിട്ട് ബീർ അങ്ങനെ ഇവര് ഉദ്ദേശിക്കുന്ന മാതിരി വലിയ സംഭവം നമ്മൾ ഇതിൽ അടിച്ചിട്ടൊന്നുമില്ല. കഞ്ചാവ് പിന്നെ അതേമാതിരി പോട്ടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യാത്ത കാര്യം ഒരിക്കലും ഏറ്റെടുക്കത്തില്ല. ഇതാണ് റെക്കോർഡ്, കോൾ റെക്കോർഡാണ്. ഇതിപ്പോ 23 ഫെബ്രുവരി ഈ വർഷം 23 ഫെബ്രുവരി കേട്ടോ, റമദാന്റെ ടൈമാണെന്ന് ഓർക്കണം. അപ്പൊ അന്ന് വിളിച്ചത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിക്കുന്ന ആളാണെന്ന് അതിൽ ഉണ്ട്. അതായത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, വെള്ളം അടിച്ചിട്ടുള്ളൂ. ഇപ്പൊ വേറെ ഒന്നും അടിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോ ഇന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ട് എന്റെ ഫ്രണ്ടിനോട് ഇവനോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിന്റെ റെക്കോർഡുണ്ട്. എന്തിനാ ഈ ഓന്റെ വീഡിയോ ഇങ്ങനെ ഇടുന്ന ചോദിക്കുമ്പോൾ ഇവള് പറയാം, മാസം വെറുതെ 1-2 ലക്ഷം റുപ്യ കിട്ടില്ലേ, അത് വെറുതെ കൊണ്ടുപോയി കളയണമെന്ന്. അതായത് എന്നെ വെച്ച് ജീവിക്കുമ്പോ മാസം 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ കിട്ടേണ്ട, വെറുതെ കൊണ്ടുപോയി കളയണം. ആ റെക്കോർഡുണ്ട്. അവിടെ കട്ട് ചെയ്തു, ഞാനല്ല കട്ട് ചെയ്തിട്ടോ. ആ പറയുന്ന റെക്കോർഡ് ഉണ്ടോ എന്ന് ആങ്കർ ചോദിക്കുന്നുണ്ട്. ഇവൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ റെക്കോർഡ് കാണിക്കുന്നില്ല. തമ്പുരാനറിയാം. ഫസിയും കൂടെ ചേർന്നിട്ട് ഇപ്പൊ സഫേനയും ലല്ലും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുത്തിച്ച് അവരെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണെന്നാണോ ലല്ലു പറയണേ? അതെ അതെ. പിന്നെ ഇപ്പൊ അടുത്ത് ഒരു വീഡിയോ എടുത്തിരുന്നു, ഞാൻ ഓളെ ഊബറിന്റെ അടുത്തിരിക്കണത്. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങണ മുതലേ ഞാൻ ടീ ഷോപ്പിൽ പോകുന്ന വരെ ഇവള് ഓരോരുത്തരെ ഏൽപ്പിച്ച് വീഡിയോ എടുക്കാൻ നിർത്തിക്കുക. ഇതിന് എനിക്ക് പുറത്തൊന്നും പോകണ്ടേ, എന്നിട്ട് ഇവർക്ക് ഒന്നും കിട്ടണില്ല. ഞാൻ അവിടെ സിഗരറ്റ് വലിക്കണത്, എന്റെ ടീഷർട്ടിന്റെ കളർ, ഇതൊക്കെയാണ് കിട്ടണത്. അല്ല എന്താ അവർക്ക്, ഞാൻ അത്രയും എന്റെ കൂടെ ഇങ്ങനെ നടക്കണം ഫുൾ ടൈം ഓരോരുത്തർ വീഡിയോ എടുത്തിട്ട്, എന്നിട്ടൊന്നും ഇവർക്ക് ഒരു ചുക്കും കിട്ടുന്നില്ല. പിന്നെ ഇവള് ഞാൻ ഇത്രയും കാലം ഇതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാത്തതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓപ്പൺ ആയിട്ട് പറയാലോ, അതാണ് ഏറ്റവും വലിയ രസം. എനിക്ക് ഇതിന് മുമ്പ് റിലേഷൻ ആയിട്ട് ആ കുട്ടി ഞാനുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. ലൈക്ക് ഡയറക്റ്റ്ലി അല്ല, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ഒരുപാട് മുൻപത്താണ്, ഒരു 2019-18 ആ ടൈമിലുള്ള സംഭവം, 2020-19 ആ ടൈമിലുള്ള സംഭവം. ആ സംഭവം ഇവളെന്ത് ചെയ്യണേ, എന്റെ എല്ലാ ഫ്രണ്ട്സിന് പിന്നെ അവളെ ഫ്രണ്ട്സിന് ഇത് ഞങ്ങളെ ന്യൂഡായിട്ടുള്ള കാര്യങ്ങള് റിലേഷനിൽ ഇരിക്കണം ആ കുട്ടിയുടെ ഫേസ്ബുക്കിലുണ്ട്, അത് വിട്ട് കൊടുക്കണം. ഇവളിപ്പോ ഇത് കഴിഞ്ഞ ഷോ വിട്ട് കൊടുക്കുക. ഇനിയിപ്പോ അത് വിട്ടിട്ട് ഓള് ഇതിന്റെ വീഡിയോ പുറത്തിടുന്നുണ്ട്. ഓള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഫസിക്ക് കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോൺ ഓളെ കയ്യിലെടുത്ത്. അതിനാണ് റോഹിന്റെ പേജ് തുടങ്ങുന്ന ടൈമിൽ ഓൾക്ക് ഓളെ ഫോണിൽ. ബാക്കി നിങ്ങൾ പോപ്പിൻസ് പോയി കാണാം. അന്തം വിട്ടല്ല, ഒരുമാതിരി ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ജീവിതം ജീവിക്കുന്ന കുറേ സാധനങ്ങളാണ് കിടന്ന് കളിക്കുന്നത്. ഇനി ബിറ്റങ്ങളൊക്കെ ബിഗ് ബോസിലും വരും. അങ്ങനെ അതിൻ്റെ ഉള്ളത്തെ ഗെയിം കണ്ട് ഈ ജന്തുക്കളെ മുഴുവൻ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ അപ്പോൾ ഇതൊക്കെ ഒരു യൂട്യൂബിൻ്റെ തൊഴിലായിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെ വിടും. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രമായിട്ട് ആൾക്കാർ കാണാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇതൊരു തൊഴിൽ പോലെ എടുത്തിട്ടാണ്. പക്ഷേ 4-5 ലക്ഷം ആൾക്കാർ ഫസ്മിനയുടെ വീഡിയോ കണ്ടിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ ഇരുന്ന് കമൻ്റ് ഇട്ടിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് മോളെ നിനക്കതുണ്ട് ഫസി യുസി എന്നൊക്കെ പറയണ ആൾക്കാർ ജസ്റ്റ് ഒന്ന് 2 വട്ടം ചിന്തിക്കുക, ജീവിതത്തിൽ വിലപ്പെട്ട സമയമാണെന്നുള്ളത്. ഇതൊന്നും ഒരു നിലവാരമില്ലാതെ എന്തൊക്കെയോ ജീവിതം ജീവിച്ച ടീം. എനിക്കറിയില്ല ഇവർ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത്. നമ്മളെ ഭാഗത്ത് ഉള്ളതല്ല, നമ്മളെ കയ്യിലിരിക്കുന്ന സംഭവമല്ല. ഒരാൾ പറഞ്ഞ സമയത്ത് തോന്നും അയാളാണ് ശരി എന്നുള്ളത്. ഇവ ഇത്രയും കാലം ഇതിൽ വന്നിരുന്നില്ല. അപ്പം വരാത്തതിൻ്റെ കാരണം എന്നാണ് പറയണത്, ഇവനും ഇവൻ്റെ ആദ്യത്തെ ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്തൊക്കെയോ തുണി അയച്ചിട്ട് ചാടിക്കളിച്ചത്. എന്ത് പറയാൻ തന്നെ മടി. നമ്മളെ ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ട്. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദിസ്. ഇവരുടെ ന്യൂഡ് വീഡിയോ കോൾ അങ്ങനെ തന്നെ പറയുമ്പോൾ കുറച്ചും കൂടി ഇതുണ്ടല്ലോ അല്ലേ, ന്യൂഡ് വീഡിയോ കോളിൻ്റെ സീൻസ് ഉണ്ട്. അത് ഇവളെടുത്തിട്ടുണ്ട്. മറ്റുള്ളത് എല്ലാവർക്കും അയച്ചിട്ട് കൊടുത്തിട്ട് അവസാനം പോലീസിൽ കേസ് കൊടുത്ത് പോലീസ് അത് എല്ലാ സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഉള്ളതിനടുത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ ഫസ്മീന എന്ന് പറയുന്ന സ്ത്രീ
അവിടെ അവൻ്റെ അടുത്ത് ചെല്ലുന്നു, അവനോട് സ്ക്രിപ്റ്റാണെന്ന് പറയുന്നു. ഇവർ രണ്ടാളും കൂടി പിന്നെ നിങ്ങൾ പറയില്ല, നാണം കെട്ടും പണം നേടിയ നാണക്കേട പണം മാറ്റിടും എന്ന് പറഞ്ഞ പക്ക നാണം കെട്ട കളി കളിച്ചുകൊണ്ടിരിക്കണം. നാണം കെട്ട കളി. സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ച് അതിന്ന് വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമ്പാദിച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും ഭേദം സോ കോൾഡ് മറ്റുള്ളവൻ്റെ കോണ്ടൻറ്റ് തിരഞ്ഞു പോകുന്ന റിയാക്ഷൻ വീഡിയോസ് തന്നെയാണ് ഭേദം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത് കേട്ടോ. അവനവൻ്റെ ചുമരുകൾക്കുള്ളിൽ വെക്കേണ്ട സംഗതി ആയി തന്നെ വെക്കണം. യു ഹാവ് എ പേഴ്സണൽ ലൈഫ്. ആ പേഴ്സണൽ ലൈഫ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതാണ് അതിൻ്റെ ഒരു മര്യാദ. എന്താ അറിയില്ല, ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ ആവും ലക്ഷ്യം, അതന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ബാക്കി ആ ഇൻ്റർവ്യൂ നിങ്ങൾ മുഴുവൻ പോയി കണ്ടോളൂ. പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ഫുള്ള് പ്ലേ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടിരുന്നു. ആദ്യം ഒരു വീഡിയോ എടുത്തു, അത് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സ്ക്രീൻ റെക്കോർഡൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ആ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഐപാഡ് ഇങ്ങനെ വെച്ച് കാണിച്ചു, മറ്റേ സ്ക്രീൻ ഇങ്ങനെ വെച്ച് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഇത് എന്താണ് ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. പല ആൾക്കാർ നിങ്ങൾക്ക് ഫസ്മീന ഫാനായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഫസ്മീനയാണ് കറക്റ്റ് എന്നുള്ളത്. ചില ആൾക്കാർ നേരെ തിരിച്ച് പറയുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവനെ സപ്പോർട്ട് ചെയ്തിൽ വരുന്നുള്ളൂ. എല്ലാവരും പറയുന്നത് ഇവൻ ചാനലിൽ ഇവനെ കൂട്ടി വെളുപ്പിക്കുകയാണ്, ഇവൻ്റെ എഡിറ്റഡ് സാധനങ്ങളാണ്, ഡയറക്റ്റായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഫസ്മിനെ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നത് കുറേ കാലം തെളിവുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അത്യാവശ്യം സ്ട്രോങ്. ആ മറ്റേ ചെക്കൻ പറഞ്ഞ കേസൊക്കെ വെച്ചിട്ടാണ്. അവിഹിതമാണ് സർ ഇവരുടെ മെയിൻ, അത്ര മാത്രമേ പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.